ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ വരുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിന് താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കുട്ടികളുടെ സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സംശയങ്ങൾക്കുള്ളൊരു മറുപടി, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഡിസ്കഷൻ, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് താഴെ റിപ്ലൈ ചെയ്താൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ അത് ശ്രദ്ധിക്കൂ അല്ലേ. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്താൽ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ് വെരിഫിക്കേഷനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള കേഡറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇനിയും ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യും. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യത്തെ സംശയം തന്നെ എല്ലാവർക്കും ഇതായിരിക്കും, എങ്ങനെയാ മിസ്സേ കേട്ടറ്റിന്റെ വേരിഫിക്കേഷൻ തീയതികൾ അറിയുക എന്നുള്ളത് അല്ലെ. അപ്പൊ കേട്ടിട്ട് വേരിഫിക്കേഷൻ നടക്കുക DEO ഓഫീസിലാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എഴുതിയ പരീക്ഷാ കേന്ദ്രം ഏത് DEO ഓഫീസിന് കീഴിലാണോ ആ DEO ഓഫീസിന് കീഴിലായിരിക്കും നിങ്ങളുടെ വേരിഫിക്കേഷൻ നടക്കുക. ഇതിന്റെ തീയതികളെല്ലാം പ്രാദേശിക പത്രങ്ങൾ വഴിയാണ് അറിയുക. ഓക്കെ, അപ്പൊ എന്ന് ദിവസവും രാവിലെ എണിട്ട് പേപ്പർ നോക്കി അത് കണ്ടുപിടിക്കുക, എത്രയും പേജസിനിടയിൽ തപ്പ എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ അത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് വേണ്ടി കേട്ടറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ ആ ഡിസ്ട്രിക്റ്റിന്റെ ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കമന്റ് ബോക്സിൽ ആ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയുടെ ഗ്രൂപ്പിൽ മാത്രം റിക്വസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി, നമ്മൾ ഇവിടുന്ന് അഡ്മിൻസ് അപ്രൂവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേട്ടറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലൂടെ തന്നെ അവൈലബിൾ ആകുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ കേട്ടറ്റ് പൂർത്തിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ലക്ഷ്യം LPUP ആണ്. 2026 ഡിസംബറോടുകൂടി നമ്മുടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം ഉടൻ തന്നെ എന്താണ് അതിൻ്റെ നമുക്ക് എന്താണ് 2026 ഡിസംബറോടുകൂടെ തന്നെ നമുക്ക് അടുത്ത LPUPക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം ഉടൻ തന്നെ ഒരു ഏകദേശം 27 ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ നോട്ടിഫിക്കേഷൻ ടു എക്സാം അല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോഴേ പഠനം ആരംഭിച്ചാലേ ഒരു ഉയർന്ന റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. എന്നാലാണ് എത്രയും പെട്ടെന്ന് നമുക്ക് നിയമനം ലഭിക്കുക കേട്ടോ. അപ്പോൾ LPUPയുടെ ലോങ് ടേം ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LPUPയിൽ 1000-ലധികം ആളുകളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ആയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല. ഇത്തവണ ഇനിയിപ്പോൾ LPUP എഴുതാൻ പറ്റില്ലേ, കേട്ടറ്റ് ക്വാളിഫൈ ആയില്ലല്ലോ, ഇനി 6 മാസം ഇതുമായി ബന്ധപ്പെട്ട ടെൻഷൻ കൊണ്ടിരിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട. അടുത്ത LPUP നോട്ടിഫിക്കേഷന് മുമ്പ് ഒരു കേട്ടറ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ലോങ് ടേം ബാച്ചുകളും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ജൂൺ 27, 28 തീയതികളിൽ നടക്കാനിരിക്കുന്ന സ്പെഷ്യൽ കേട്ടറ്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുതിയ ബാച്ചുകളും എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ 11 കേട്ടറ്റിലായിട്ട് 10,000-ലധികം ആളുകളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താണ് വിന്നിംഗ് സ്ട്രാറ്റജിയോടുകൂടെ തന്നെ നിങ്ങൾക്കുള്ള കേട്ടറ്റ് പഠനം ഇനി ആരംഭിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സംശയങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് ഇതായിരുന്നു, SC കാറ്റഗറി 94 മാർക്ക് ഉണ്ട്, അപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ളത്. നമുക്ക് OBC അതേപോലെ SC ST OEC വിഭാഗത്തിലുള്ളവർക്ക് 82, ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 90 മാർക്കുമാണ് ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 90-ൽ കൂടുതൽ മാർക്കുള്ള ആളുകളാണെങ്കിൽ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല കേട്ടോ. അതേപോലെ ഇപ്പോൾ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് കുറച്ച് നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആപ്ലിക്കേഷൻ ഫീസ് കുറച്ച് നൽകിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ ആപ്ലിക്കേഷൻ ഫീസ് ജനറലിൻ്റേത് അല്ലാത്ത ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം. ഇപ്പോൾ OBC ഒക്കെ നോർമൽ ഫീസ് അടച്ച് തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഡിസ്കൗണ്ട് തന്നിട്ടുള്ള കാറ്റഗറീസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ SSLC മതിയാവോ മിസ്സേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. SSLCയുടെ ഒറിജിനലും അതിൻ്റെ കോപ്പിയും കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ അക്ഷയന്ന് ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിലെയറോ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി 6 മാസത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, കയ്യിൽ കൊണ്ടുപോകാം കേട്ടോ. ദെൻ OEC ആണ്, ക്വാളിഫൈഡ് മാർക്ക് 88 ആണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്, നിർബന്ധമായിട്ട് എടുക്കണം കേട്ടോ. ദെൻ തൃശ്ശൂർ ജില്ലയിലാണ് പരീക്ഷ എഴുതിയത്, എറണാകുളമാണ് പാസ്സായി, എവിടെയാണ് വേരിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതിയ DE ഓഫീസ് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ വേരിഫിക്കേഷൻ നടക്കുക. ഓക്കെ,
ഞാൻ അബ്രോഡ് ആണുള്ളത്, വെരിഫിക്കേഷൻ ടൈമിൽ കാൻഡിഡേറ്റ് തന്നെ പോകണോ എന്നൊരു കമന്റ് ഉണ്ട് ഹന്നത്ത്. അപ്പോൾ നമ്മളെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും ഒക്കെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഇപ്പം പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടല്ലോ അതിന്റെ കോപ്പിയും, അതായത് നമ്മുടെ റിസൾട്ടിന്റെ പ്രിന്റും കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നേരിട്ട് കാൻഡിഡേറ്റ് തന്നെ പോകണം. ഇപ്പം നിങ്ങൾക്ക് ഹാജരാവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേഡറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് അതിന് വെരിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് നിങ്ങൾക്ക് ഇനി വെരിഫിക്കേഷൻ നടപടികൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുക കേട്ടോ. ഇനി ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ BEd അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഒക്കെ പുറത്ത് ചെയ്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അവർക്കാണ് ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക. അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണ് അതിനുള്ള അപേക്ഷകൾ നൽകേണ്ടത് കേട്ടോ. ദെൻ K3 പാസ്സായി LPUP എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോർമലി നിലവിൽ എന്താണ് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ അത് 2 വേണ്ട എന്നുള്ള സാഹചര്യം തന്നെയാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് അതിന് മാറ്റം വന്നിട്ടില്ല. അത് മാറ്റം വരുമോ എന്നറിയണമെങ്കിൽ അടുത്ത LPUP NCAയുടെയോ അല്ലെങ്കിൽ LPUPയുടെയോ മറ്റോ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ നിലവിൽ അത് പറ്റും എന്ന് തന്നെയാണ്. അതിന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്, പഠനം ഇപ്പോഴേ ആരംഭിക്കുക. ഓക്കെ, ദെൻ ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്, എക്സാം എഴുതിയത് ആലപ്പുഴയിലും എന്ന് പറഞ്ഞു. ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞിരുന്നു അല്ലെ. ആലപ്പുഴ DE ഓഫീസിന് കീഴിലായിരിക്കും നിങ്ങൾക്ക് നൽകേണ്ടത്. ഹാൾ ടിക്കറ്റ് ഇൻവിജിലേറ്റർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഹാൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലൊന്ന് പോയി നേരിട്ട് കണ്ടിട്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ സൈൻ കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ദെൻ രജിസ്റ്റർ നമ്പർ മാറിയാൽ എന്ത് ചെയ്യും ഡിഗ്രിയുടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഒറിജിനലും കൊണ്ടുപോകണം കേട്ടോ വെരിഫിക്കേഷൻ സമയത്ത്. ദെൻ SSLC ബുക്കിൽ ഇസ്ലാം മാപ്പിള എന്നുണ്ട്, അത് മതിയോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ ഞാൻ കുറച്ച് മുമ്പ് വായിച്ചൊരു ഡൗട്ടിൽ തന്നെ പറഞ്ഞു, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ഇപ്പം എന്താണ് ഒരു വാല്യൂ ചെയ്യുന്നുണ്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇനി പോയ ശേഷം അവർക്ക് അതൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞ DE ഓഫീസർ പറയുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും അല്ലെ. അത് ഒഴിവാക്കാനായിട്ട് 90-ൽ കുറവ് മാർക്കുള്ളവർ എന്ത് ചെയ്യുക, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ കാറ്റഗറി 4-ന് ഭൂഷൺ മാർക്ക് ലിസ്റ്റ് മതിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണോ ആ സർട്ടിഫിക്കറ്റിലെ എല്ലാത്തിൻ്റെയും ഒറിജിനലും പകർപ്പും നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അതേപോലെ തന്നെ 92 മാർക്ക് ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. 92 മാർക്ക് 90 എബോ ആണെങ്കിൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ദെൻ ഹാൾ ടിക്കറ്റ് മിസ്സായവരാണ് പിന്നീട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഡ്യൂപ്ലിക്കേറ്റിനായിട്ട് 0202011092 അതർ റിസിപ്റ്റ്സ് എന്ന ഹെഡിൽ 100 രൂപ അടച്ച് ഒറിജിനൽ ചലാൻ സഹിതം പരീക്ഷ എഴുതിയ വർഷം, മാസം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തി കേട്ടറ്റ് അപേക്ഷയുടെ പകർപ്പ് സഹിതം പരീക്ഷാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷയോടൊപ്പം സ്വന്തം അഡ്രസ് എഴുതിയ സ്റ്റാമ്പ് ഒട്ടിച്ച 9x24 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു കവർ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്ത് തരും. ഡ്യൂപ്ലിക്കേറ്റിൽ പിന്നീട് സ്കൂളിൽ പോയി സൈൻ ചെയ്ത് വാങ്ങേണ്ട കാര്യം വരുന്നില്ല. ആ ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് എന്ത് ചെയ്താൽ മതി, നേരിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷനായിട്ട് ഹാജരാകാവുന്നതാണ്. മുൻപ് കേട്ടത് ക്ലിയർ ആയിട്ടുണ്ട്. വെരിഫിക്കേഷൻ ചെയ്തവർക്ക് ഇപ്പൊ പോയാൽ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ നൽകിയിരുന്നു അല്ലെ. നമുക്ക് ഒരു തവണ ഇപ്പൊ ഈ കേട്ടറ്റിൽ എഴുതിയിട്ട് നമുക്ക് വെരിഫിക്കേഷൻ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത കേട്ടറ്റ് പരീക്ഷ എഴുതിയ ആളുകൾക്കൊപ്പം മാത്രമാണ് നമുക്ക് വെരിഫിക്കേഷൻ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. കേട്ടറ്റിന്റെ റിസൾട്ടിന് എന്തൊക്കെയോ പ്രശ്നം പറയുന്നുണ്ട്, റീവാലുവേഷൻ വരുമോ എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുനർമൂല്യനിർണ്ണയം വരുമോ എന്നുള്ളത് കാറ്റഗറി 4-നാണ് അതിനുള്ള സാധ്യതകൾ ഉള്ളത്. അതും അതിൽ ഫെയിലായി പോയ ആളുകളും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുള്ള ആളുകൾക്കും പുനഃപരിശോധനയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പരീക്ഷാ ഭവൻ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കർണാടക യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഡിഗ്രി BEd കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ജെന്യൂൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വെരിഫിക്കേഷന് ഹാജരാക്കേണ്ടതായിട്ട് വരും. ജെന്യൂൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്കും കൂടെ കമന്റ് ചെയ്യും. അത് വേണ്ടവർ, ആ വീഡിയോ വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാവേ. ഹാൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്ററിന്റെ സൈനിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ആ സമയത്ത് ഒന്ന് സ്കൂളിൽ പോയി സൈൻ വാങ്ങാവുന്നതാണ്. അല്ല മിസ്സായവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഉടൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. ദെൻ ഇത് ഇത്രയാണ് നമ്മുടെ കമന്റ്സിൽ വന്നിട്ടുള്ളത് അല്ലെ. ഇനി കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ജനന തീയതി, പേര്, ഫോട്ടോ എന്നിവ അപേക്ഷ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് വെരിഫിക്കേഷൻ നൽകാത്തതും തെറ്റ് തിരുത്തി പുതിയ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹാൾ ടിക്കറ്റിന്റെ പകർപ്പ്,
പേര് തിരുത്തുന്നതിനാണ് കേട്ടോ പറയുന്നത്. SSLC സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 100 രൂപയുടെ ചലാന് ഈ നമ്പറിൽ അടയ്ക്കുക. ഓക്കെ, ഇത് ചലാൻ അവർ ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ പോയാലും മതി. ഓക്കെ, അതിൽ ഹെഡിൽ ഒടുക്കിയ ശേഷം SSLC സർട്ടിഫിക്കറ്റിലെ കേഡറ്റ് അപേക്ഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്നു തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസ്റ്റ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത്, സ്വന്തം അഡ്രസ് എഴുതി മതിയായ തുകയ്ക്കുള്ള സ്റ്റാമ്പ് പതിപ്പിച്ച് കവർ എന്നിവ ഉൾപ്പെടുത്തി പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ഹോൾ ടിക്കറ്റ്. പരീക്ഷാ കേന്ദ്രത്തിൽ ഇൻവിജിലേറ്ററിന്റെ ഒപ്പ് രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് ആണ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ നമുക്ക് പേര് തിരുത്താൻ കൊടുത്തത്, ഹോൾ ടിക്കറ്റ് മിസ്സായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അലോ ചെയ്തത്, അങ്ങനെയുള്ള രണ്ടാമതായി ലഭിച്ച ഹോൾ ടിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റ് ലഭിച്ചവർ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഹോൾ ടിക്കറ്റിൽ പിന്നീട് ഒപ്പ് വാങ്ങാനായിട്ട് പോവേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ പരീക്ഷാ ഫീസ് ഇളവ്, ജാതിയുടെ ആനുകൂല്യം എന്നിവ അർഹരായ ആളുകൾ ഉണ്ടാവില്ലേ. അതായത് ഇപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 75 മാർക്ക് മതിയാവും. അതേപോലെ ഫീസിലും അവർക്ക് ഇളവ് വരുന്നുണ്ട്. അങ്ങനെ ഫീസ് ഇളവ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നിർബന്ധമായും കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധനാ വേളയിൽ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ സത്യാവസ്ഥ ബന്ധപ്പെടുത്തുന്ന യൂണിവേഴ്സിറ്റി ബോർഡിൽ നിന്നും ലഭ്യമാക്കിയ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുവാൻ പാടുള്ളൂ. ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലാണ് ഡിഗ്രി BEd കഴിഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. BEd, DEd, DLEd മുതലായ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവരാണെങ്കിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് സ്ഥാപന മേധാവി, അതായത് നമ്മുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നുള്ള ഹെഡിൽ വാങ്ങിയെടുക്കണം. ഓക്കെ, തെളിയിക്കേണ്ടതും വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നിങ്ങളുടെ BEd അല്ലെങ്കിൽ DEd, DLEd കംപ്ലീറ്റ് ആയ ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എക്സാം എഴുതി ക്വാളിഫൈഡ് ആയ എന്നുള്ള പ്രിൻസിപ്പളുടെ ഒരു സൈൻ വാങ്ങിയ ലെറ്ററും കൂടെ പോയിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ വെരിഫിക്കേഷന് പങ്കെടുക്കാൻ. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത മുമ്പ് പോയി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്കായി പരിഗണിക്കുന്നതാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് മാത്രമേ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് നമുക്ക് പരിഗണിക്കുന്നതാണ്. പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാക്കാത്തവർക്ക് തൊട്ടടുത്ത കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ മാത്രമേ അവസരം നൽകുകയുള്ളൂ. ഇപ്പൊ പറ്റിയില്ലെങ്കിൽ അടുത്ത കേട്ടറ്റ് പാസ്സായിട്ട് അവരോടൊപ്പം മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം എന്തുകൂടെ ചെയ്യണം? താഴെ ജില്ലാടിസ്ഥാനത്തിലുള്ള വെരിഫിക്കേഷൻ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം. കേട്ടറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ അർജന്റ് റിക്വയർമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ ഫീസ് ഒക്കെ അടച്ചിട്ട് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയൊന്നും ഇതിലേക്ക് ചെയ്യാനായിട്ട് ആവശ്യമില്ല. എന്താണ്? എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കേട്ടറ്റ് വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന യോഗ്യതകൾക്ക് വിപരീതമായി അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ നിരുപാധികം നിരസിക്കുന്നതാണ്. ഇപ്പൊ ചിലപ്പോൾ കാറ്റഗറി 2 എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഡിഗ്രി ഉണ്ടാവില്ല, ചിലപ്പോൾ ഡിഗ്രി ഡൂയിങ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ മതിയായ എല്ലാ യോഗ്യതകളും പൂർത്തിയാക്കാത്ത ക്വാളിഫിക്കേഷൻസോട് കൂടിയാണ് എന്നുണ്ടെങ്കിലും കേട്ടറ്റ് നമ്മളവിടെ ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരില്ല. അടുത്ത കേട്ടറ്റ് നമ്മൾ എഴുതിയെടുക്കേണ്ടി തന്നെ വരും. ഓക്കെയാണ്. കാസ്റ്റ്, കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ച് വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ തന്നെ നമ്മുടെ എല്ലാ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പൊ നമ്മൾ ഏകദേശം കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ അതൊന്ന് കമന്റ് ആയിട്ട് കൊടുക്കുക. തീർച്ചയായും അതിനുള്ള മറുപടികൾ ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടറ്റിന്റെയും LP UPയുടെയും ലോങ് ടേം ബാച്ചുകളും കേട്ടറ്റിന്റെ ജനറൽ പേപ്പറിന്റെയും അതേപോലെ സർവീസ് ബാച്ചുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. സർവീസിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ആണ് ഇത്. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്